ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ അടുത്ത് ഒരുപാട് ലേഡീസും അതുപോലെ ഇവരൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് മാർവാസ് ഹെയർ ഓയിൽ ആയാലും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ ആയാലും വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് എൻക്വയറി ചെയ്തു ഇത് ജെൻസിന് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ രണ്ട് പ്രോഡക്റ്റാണ് മാർവാസ് ഹെയർ ഓയിലും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലും. ഇപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ് ആയാലും ജെൻസിനും വുമൻസിനും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ ഹെയർ ഓയിൽ ഇപ്പോൾ അധികം ആണുങ്ങളും മുടി കൊഴിയുന്നതും താരനുണ്ടെന്ന് പറയുന്നതും മുടി വളരുന്നില്ല എന്ന് പറയുന്നതിലും കൂടുതൽ ആണുങ്ങൾ പറയുന്നൊരു കംപ്ലൈൻ്റാണ് മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നു എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതിന് ഈ എണ്ണ ഒരു സൊല്യൂഷനാണോ എന്ന് ചോദിക്കുന്നവരോട് യെസ്, സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇത് അതായത് ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ജെൻസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 2 മന്ത് വരെ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ എണ്ണ നിങ്ങൾക്ക് നിൽക്കും. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലും കണ്ടിന്യൂസ് യൂസേജിൽ ഒരു 7 മന്തൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ആൾക്ക് ഈ ഗ്രേ ഹെയർ കുറഞ്ഞു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ മുടി പൊതുവേ കറുപ്പ് കുറവുള്ള ആളുകളുണ്ടാവും, അവർക്ക് നല്ല ഡാർക്ക് ആവും, നല്ല ബ്ലാക്കി ആയിട്ട് മുടി മാറും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു തമിഴ്നാട് കസ്റ്റമർ പറഞ്ഞ ഒരു വോയിസ് ആണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ. 1 மந்த்தாக ஹேர் ஆயில் வாங்கி யூஸ் பண்ணுறேன். நல்லா முடி கொட்டாமையும் நல்லா கருமையாகவும் நல்லா முடி வளரவும் செய்யுது. அது மாதிரி ஃபேஸ் ஆயில் வாங்கி யூஸ் பண்ணேன், அதுவும் நல்லா நல்லா பொலிவாக நல்லா அழகாக இருக்குது. அந்த மாதிரி எனக்கு இப்போ வந்து ஒரு 2 ഫേസ് ഓയിലും 2 ഹെയർ ഓയിലും സെൻഡ് பண்ணுங்கக்கா. ഇവർക്ക് മുടി നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്, അതുപോലെ മുടി കൊഴിയുന്നില്ല, അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഈ വോയിസ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വുമൺ ആണ് അയച്ചിട്ടുള്ളത്, ഒരു ലേഡിയാണ് അയച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചിലർ പറയുന്നത് എൻ്റെ നരച്ച മുടി എനിക്ക് ഈ എണ്ണ തേച്ച് 3-4 മാസം കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞങ്ങ് പോയി, അതങ്ങ് ഇതായിപ്പോയി. ചിലർക്ക് ഒരു 2-3 മുടിയൊക്കെ നരച്ചതുണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു സ്ലോ പ്രോസസ്സാണ്. റീസൺ, നമ്മൾ ഈ ആട്ടിയ വെളിച്ചെണ്ണയിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഈ എണ്ണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കെമിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് റിസൾട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. ഗ്രാജുവലി ചെറുതായിട്ട് മാറ്റം കണ്ടുവരുന്നതാണ് ഞാനീ പറയുന്നത്. നരച്ച മുടിയുള്ള ഒരാളുടെ കേസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി ഇതിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. ഞാൻ തെളിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് പോകും എന്നല്ല, നിങ്ങൾക്ക് പോകെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ മുടി നല്ലപോലെ ബ്ലാക്ക് ആവാനും ഷൈനി ആവാനും നിങ്ങൾക്ക് തുടങ്ങും. കൂടെ തന്നെ മുടി കൊഴിച്ചിൽ, മുടി വളരാനും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇത് ഇത്ര യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് 3-4 കുപ്പിയുടെ സെയിൽ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കസ്റ്റമർ പോയാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. ഞാൻ ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ എത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബ്രാൻഡ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും ചിലർക്ക് റിസൾട്ട് കാണില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ല, ചിലർക്ക് അതിൻ്റെ റിസൾട്ട് കാണില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓയിൽ വാങ്ങിക്കുമ്പം ഒരു 100 പേര് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, 1-2 പേര് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ കിട്ടും. ബാക്കി എല്ലാവരും പോസിറ്റീവ് റിസൾട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറയുന്ന ഒരു ജെന്യുവിൻ കാര്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടി യൂസ് ചെയ്തിട്ട് അത് ഞാൻ അവന് വരെ തേക്കുന്നുണ്ട്. അതാണ് ഓനാണ് ഏറ്റവും കൂടുതൽ കണിഷായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ മറന്നാലും അവന് +2 കഴിഞ്ഞിപ്പോൾ കുറച്ച് വെക്കേഷനിങ് നിൽക്കല്ലേനു. അപ്പോൾ ആ ഒരു ഇതിൽ ഓൻ നല്ല ഉഷാറായിട്ട് ഓന് നല്ല മാറ്റമുണ്ട്. പക്ഷേ അത് തന്നെ അവർക്കായാലും ജെൻസിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ തിക്കനാണ്. അതുപോലെ തന്നെ എന്താണ്, ലേഡീസ് വുമൻസിൻ്റെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ജെൻസിനും ഇത് യൂസ് ചെയ്ത് മെയിനായിട്ട് ജെൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സൺ ടാൻ. അതായത് ടീഷർട്ട് ഇടുന്ന ഇവിടുന്ന് ഇങ്ങോട്ടൊരു കറുപ്പായിരിക്കും, കഴുത്തിൻ്റെ ബാക്കിൽ പെരടിയിൽ ഒരു കറുപ്പ് നിറം ഉണ്ടാവും. ചിലർക്ക് ഫേസിൽ, ചിലർ ഷർട്ടൊക്കെ അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസും കയ്യും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നല്ല കളർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽക്കൊക്കെ അവർക്ക് യൂസ് ചെയ്യാം, നല്ല രീതിയിലുള്ള റിസൾട്ട്
കിട്ടുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളിൽ എൻക്വയറി നടത്തുന്നുണ്ട്. അതിലും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഉച്ചക്കോ അല്ലെങ്കിൽ രാവിലെ മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം വരെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ടെൻഷൻ ആവണ്ട. ഞാൻ നൈറ്റ് ആകുമ്പോൾ വിത്തിൻ എൻഡ് ഓഫ് ദി ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാനല്ല ഡീറ്റെയിൽസ് അറിയാനാണ് എന്നുണ്ടെങ്കിൽ എൻക്വയറി നടത്താൻ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. പിന്നെ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് ഹെയർ ഓയിൽ ആയാലും ഫേസ് ഓയിൽ ആയാലും റിസൾട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ്, ഇപ്പോൾ ഹെയർ ഓയിൽ പറയുകയാണെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് സ്കാൽപ്പിൽ മാത്രം ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം എക്സ്ട്രാ എണ്ണ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഡെയിലി യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്നോട് കുറച്ച് കസ്റ്റമർ പറയുന്നുണ്ട് തലയിൽ സോപ്പ് തേച്ചുവിടുകയെന്ന്. തലയിൽ സോപ്പ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിൽ നിങ്ങൾക്ക് കെമിക്കൽ ഇത് കൂടുതലാണ്. തലയിൽ ഒരിക്കലും സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത്. വീക്ക്ലി വൺസ് ഒന്നെങ്കിൽ എന്തെങ്കിലും താളിപ്പൊടിയോ അല്ലെങ്കിൽ ഷാമ്പു ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീദിയുടെ ഷാമ്പു അതുപോലെ തന്നെ ഹിമാലയയുടെ ഷാമ്പു ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന 2 ഷാമ്പു ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ചിലർക്ക് ഇങ്ങനെ തേച്ചിട്ട് കിടക്കാൻ പറ്റില്ല എന്ന കേസാണെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ നിങ്ങളിത് പിന്നെ എണ്ണ തേക്കുന്ന സമയത്ത് തലമുടിയിൽ മുഴുവനായിട്ട് തേക്കണം. എണ്ണ എപ്പോഴും ആവശ്യം സ്കാൾപ്പിനാണ്. അപ്പോൾ സ്കാൾപ്പിൽ എണ്ണ ഒരു 4-5 തുള്ളി എടുത്തിട്ട് കുറച്ച് നിങ്ങളുടെ കൈക്കുമ്പിളിൽ എടുത്തിട്ട് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു 1-2 മിനിറ്റ് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞ് മുടി വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഫേസ് ഓയിലായാലും ഹാഫ് ആൻ അവർ ഫേസിൽ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഫേസിലായാലും നിങ്ങൾ ഡയറക്റ്റ് സോപ്പ് മുഖത്തങ്ങ് വെച്ചിട്ട് വരതാതെ കയ്യിൽ പിയേഴ്സ് സോപ്പാണ് ഞാൻ കൂടുതൽ കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കടലമാവ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക പിമ്പിൾസ് ഉള്ളവർ അവർക്ക് കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന കടലമാവാണ്. അപ്പോൾ ഇത് ഓരോ ആളുകളുടെ സ്കിന്നിനനുസരിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ എൻക്വയറി നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് അതിനനുസരിച്ച് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസേജും ചെയ്യാം. അപ്പോൾ ഒരുവിധം ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. എപ്പോഴും നല്ല ആരോഗ്യമുള്ള മനസ്സോടു കൂടി ഇരിക്കുക. അപ്പം മാത്രമേ നല്ല ആരോഗ്യം നമുക്ക് ഫിസിക്കലി ഉണ്ടാകത്തുള്ളൂ. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.